കലാകായിക മേഖലകളിൽ സംസ്ഥാന തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് സമ്മാനാർഹരായ കണ്ണാടി സ്കൂളിലെ കലാകായിക പ്രതിഭകളെ പാലക്കാട് നഗരസഭ UDF കൗൺസിലർമാർ ആദരിച്ചു. കണ്ണാടി സ്കൂളിലെ കലാകായിക പ്രതിഭകൾക്ക് ജില്ലയിൽ വിവിധയിടങ്ങളിൽ നൽകിയ സ്വീകരണത്തിന്റെ ഭാഗമായാണ് പാലക്കാട് നഗരസഭയിലെ UDF കൗൺസിലർമാർ ചേർന്ന് നഗരസഭയ്ക്ക് മുന്നിൽ സ്വീകരണം നൽകിയത്. കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ ആദ്യമായി അനുമോദിക്കുകയാണ്. HS കഥകളി ഗ്രൂപ്പ്, മംഗലം കളി, നങ്ങ്യാർ കൂത്ത്, പളിയ നൃത്തം, കളരിപ്പയറ്റ്, ഹാൻഡ്ബോൾ, മേപ്പൈമറ്റ്, ആർച്ചറി, കരാട്ടെ, ക്രിക്കറ്റ്, പ്രവർത്തന വിദ്യാഭ്യാസ മേള, എല്ലാ രംഗങ്ങളിലും മികവ് തെളിയിച്ച കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ പാലക്കാട് നഗരസഭയിലെ UDF കൗൺസിലർമാർ ഒന്നടങ്കം അനുമോദിക്കുകയാണ്. ഈ വർഷം പാലക്കാട് സബ് ജില്ലാതലത്തിൽ ഓവറോൾ 2ാം സ്ഥാനവും എയ്ഡഡ് സ്കൂൾ മേഖലയിൽ 1ാം സ്ഥാനവും കരസ്ഥമാക്കിയാണ് കണ്ണാടി സ്കൂൾ ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്തത്. മംഗളം കളിയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയെങ്കിലും കഥകളിയിൽ സബ് ജില്ലയിലും ജില്ലയിലും 2ാം സ്ഥാനത്തേക്ക് താഴ്ന്ന കണ്ണാടി സ്കൂളിലെ ഗൗരി പനവള്ളി, ശ്രീത്ന വിശ്വനാഥ വൈഷ്ണവി സംഘം സംസ്ഥാനതലത്തിൽ പങ്കെടുത്ത് ജില്ലയിൽ 1ാം സ്ഥാനം എത്തിയ ടീമിനെ മറികടന്ന് A ഗ്രേഡ് കരസ്ഥമാക്കിയിരുന്നു. നങ്ങ്യാർകൂത്ത് സംസ്ഥാന കലോത്സവത്തിൽ 1ാം സ്ഥാനത്തോടെ A ഗ്രേഡ് നേടി 2ാം തവണയും കണ്ണാടി സ്കൂൾ അഭിമാനമായി മാറി. ഗോത്രകലാ വിഭാഗത്തിൽപ്പെട്ട മംഗളം കളിയിൽ കണ്ണാടി സ്കൂൾ 1ാം സ്ഥാനത്തായിരുന്നു. കണ്ണാടി സ്കൂളിൽ ആർച്ചറി, റൈഫിൾ ഷൂട്ട്, കരാട്ടെ തുടങ്ങി സ്പോർട്സ് ഇനങ്ങളിൽ പരിശീലനം നൽകുന്നുണ്ട്. കളരിപ്പയറ്റ് ദേശീയതലത്തിൽ കണ്ണാടി സ്കൂളിന് 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. പ്രവൃത്തി പരിചയമേളയിൽ ബഡ്ഡിംഗ് വിഭാഗത്തിൽ കണ്ണാടി സ്കൂളിനെ പ്രതിനിധീകരിച്ച് സംസ്ഥാനതലത്തിൽ പങ്കെടുത്ത അമർനാഥ് A ഗ്രേഡ് നേടിയിരുന്നു. കണ്ണാടി സ്കൂളിലെ പ്രധാന അധ്യാപിക ലിസി, മറ്റ് അധ്യാപകർ, അനധ്യാപകർ, കണ്ണാടി സ്കൂളിലെ മാനേജ്മെന്റ്, PTA എന്നിവരുടെ പൂർണ്ണ പിന്തുണ വിദ്യാർത്ഥികൾക്കുണ്ട്. UDF കൗൺസിലർമാരായ A കൃഷ്ണൻ, സെയ്ദ് മീരാൻ ബാബു, സുഭാഷ് യാക്കര, T ഷിജിത് കുമാർ, FB ബഷീർ, K സുജാത, K മൻസൂർ, മിനി ബാബു എന്നിവർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. അങ്ങേയറ്റം അഭിമാനത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. കാരണം എൻ്റെ കുട്ടികൾ, എനിക്ക് ഒരുപാട് അഭിമാനം, ഞങ്ങൾ എല്ലാവർക്കും, കണ്ണാടി നാടിന് തന്നെ ഒരുപാട് അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നഗരസഭയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾ നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കഥകളി എന്നൊരു ഐറ്റം എല്ലാവർക്കും അറിയാം, വളരെയധികം ചിലവ് കൂടുതലുള്ള, എല്ലാവരും എടുക്കാൻ മടിക്കുന്ന ഒരു ഐറ്റമാണ്. അതിന് ഞങ്ങൾക്ക് ഒരുപാട് പിന്തുണ തന്ന ആദ്യമായി മാനേജ്മെൻറ്റിന് ഒരു നന്ദി പറയുന്നു. പിന്നെ ഈ മക്കളുടെ ചങ്കൂറ്റം, അത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. സംസ്ഥാന തലത്തിൽ ഏത് ജില്ലയിലെ ടീമിനാണോ ഫസ്റ്റ് വന്നത് അതിനെ എതിർത്ത് നമ്മൾ അവിടെ പോയി ഗ്രേഡ് മുന്നിലേക്ക് വരണം. അങ്ങനെ മുന്നിലെത്തുകയും 10-30 വർഷത്തെ കുത്തക തകർത്ത് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത് വളരെയധികം സന്തോഷത്തിലാണെന്ന് പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. ഞങ്ങളുടെ സ്കൂൾ മാനേജ്മെൻറ്റും ഞങ്ങളുടെ കൂടെയുള്ള പാരൻസും എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി ഞങ്ങൾക്ക് അപ്പീൽ പാസ്സായി സംസ്ഥാനത്ത് പോയി ഞങ്ങൾ മത്സരിച്ചു. സംസ്ഥാനത്ത് നല്ലൊരു പ്രോഗ്രാം കമ്മിറ്റി ആയതുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും മത്സരിക്കാനും പറ്റി. ഇവിടുത്തെ ടീമിനേക്കാളും മാർക്ക് കൂടുതൽ കയറി ഞങ്ങൾക്ക് A ഗ്രേഡ് കിട്ടാനും പറ്റി. UTV ന്യൂസ് പാലക്കാട്.